രണ്ടാം ഘട്ട പ്രചരണം അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ താനൂരിലെ UDF സ്ഥാനാർത്ഥി PK നവാസ് നമ്മളോടൊപ്പം ചേരുകയാണ്. നവാസ്, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാന ലംഘനത്തിന്റെ കാര്യം കൂടി താനൂരിൽ പറയേണ്ടതുണ്ട്. അത് ഒരുപാട് ഫുട്ബോൾ പ്രേമികളുള്ള നാടാണ് മലപ്പുറം. അവിടെ മെസ്സിയെ കൊണ്ടുവരുന്നുള്ള ഒരു പ്രഖ്യാപനം കായിക വകുപ്പ് മന്ത്രി തന്നെ നടത്തുകയും പിന്നീട് അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അതിവിടെ മണ്ഡലത്തിൽ ചർച്ചയാവുന്നുണ്ടോ? നവാസ് പലയിടങ്ങളിലും പോകുമ്പോൾ ആളുകൾ ആ കാര്യങ്ങൾ പറയുന്നുണ്ടോ? എന്താണ് ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്? അല്ല, മെസ്സിയെ കൊണ്ടുവരുന്ന മെസ്സി വന്നോണ്ട് ഇവിടെ എന്തെങ്കിലും അത്ഭുതം നടക്കുന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കായിക മേഖലയിൽ വലിയ കായിക ക്ഷമതയുള്ള ചെറുപ്പക്കാരുള്ള നാടാണ് ഇവിടെ. പക്ഷേ അതിന് ഉതകം വന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് ഒരു അക്കാഡമി എപ്പോഴോ രൂപപ്പെടേണ്ട സമയം കഴിഞ്ഞു ഈ താനൂരിന് നല്ലത്. മാത്രമല്ല ഇവിടെ സ്റ്റേഡിയങ്ങളുണ്ട്, പക്ഷേ നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. സൗകര്യങ്ങളുണ്ട്, നാട്ടുകാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ താനൂര് അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം തന്നെയാണ്, സിറ്റിംഗ് മണ്ഡലമാണ്. പ്രധാനമായിട്ടും വി അബ്ദുറഹ്മാൻ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, അത് മാത്രം മതി വോട്ടാകാൻ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. അങ്ങനെ ഒരു ഡെവലപ്മെന്റൽ തലത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് താനൂരിന് സംഭവിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങളുടെ ആത്മവിശ്വാസം അതാണ്. അത്ര ഒരു ചർച്ച അവർ ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. വികസനം ചർച്ചയായാലും UDF ചർച്ചയാവണം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിനകത്ത് എപ്പോഴെല്ലാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും ലോക്സഭാ തിരഞ്ഞെടുപ്പും നടന്നോ അപ്പോഴൊക്കെ 10,000+ BJP വോട്ടുകൾ, എന്നാൽ നിയമസഭയിലേക്ക് വരും അത് 10,000-ൽ താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന്ത്രിക വിദ്യ എന്താണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 10,000-ന് മുകളിൽ, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 10,000-ന് മുകളിൽ, എന്നാൽ നിയമസഭയിലേക്ക് എത്തുമ്പോൾ 10,000-ന് താഴെ, 15,000-ന് മുകളിൽ. ലോക്സഭയിലും പഞ്ചായത്തിലും 15,000-ന് മുകളിൽ, പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ 10,000-ന് താഴെ. ഇതിനിടയിലുള്ള ആ ഒരു ഗെയിം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതൊരു കൂട്ട് കച്ചവടമാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി BJP നടക്കുന്ന കച്ചവടമാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിരിക്കുന്നത് ഞങ്ങൾ ഭരണപക്ഷത്താണ് UDF, പ്രതിപക്ഷത്തിരിക്കുന്നത് BJP ആണ്. എന്നാൽ അതേ നഗരസഭയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവാണ്. 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മാർജിനിലേക്ക് അവർ പോവാണ്. അവിടെ 2-ാം സ്ഥാനത്തേക്ക് CPM കയറി വരികയാണ്. അപ്പോൾ അവിടെ കൃത്യമാണ് എന്താണ് അവിടുത്തെ ഡീൽ. നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് എന്ന് പറയുന്നതിനെ ജനങ്ങൾ സ്വീകരിക്കും. വികസനമാണ് താനൂരിൽ ചർച്ചയാവുന്നതെങ്കിൽ, ചർച്ചയാക്കാൻ LDF ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് UDF-ന് ഗുണം ചെയ്യും എന്നാണ് സ്ഥാനാർത്ഥി PK നവാസ് പറയുന്നത്. ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.